ഹായ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും അതുപോലെ തന്നെ കൃത്യസമയത്ത് ചികിത്സിച്ചാൽ വളരെ വേഗത്തിൽ ഭേദമാവുന്നതുമായിട്ടുള്ള ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ ഒക്ടോബർ മാസം പിങ്ക് മന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് സ്തനത്തിൽ വേദനയില്ലാത്ത മുഴകൾ പ്രത്യക്ഷപ്പെടുക, മുലക്കണ്ണിലൂടെ രക്തം കലർന്ന സ്രവം പുറത്തുവരിക, മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിയുക, മുലക്കണ്ണിന് ചുറ്റും ചൊറിഞ്ഞു തടിക്കുക, സ്തനത്തിന് പുറത്തുള്ള ചർമ്മത്തിന്റെ നിറത്തിലും ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാവുക, കക്ഷത്തിലുണ്ടാവുന്ന മുഴകൾ. 90% സ്ത്രീകൾ തന്നെയാണ് അവരുടെ ബ്രസ്റ്റിന്റെ ചേഞ്ചസ് മനസ്സിലാക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ളവർ 2 വർഷത്തിലൊരിക്കലും, 50 വയസ്സിന് മുകളിലുള്ളവർ എല്ലാ വർഷവും ആരോഗ്യ പ്രവർത്തകരെ കണ്ട് സ്തന പരിശോധന നടത്തേണ്ടതാണ്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും സ്തന പരിശോധന നടത്തേണ്ടതാണ്. ആർത്തവത്തിന് 7-8 ദിവസത്തിന് ശേഷം വേണം സ്തന പരിശോധന നടത്തുവാനായിട്ട്. ആർത്തവം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മാസത്തിൽ ഒരു നിശ്ചിത ദിവസം എല്ലാ മാസവും സ്തന പരിശോധന നടത്തേണ്ടതാണ്. കാരണം ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബ്രസ്റ്റിൽ ഓരോ ദിവസവും പല ചേഞ്ചസും കാണും. പക്ഷേ ഒരു നിശ്ചിത ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള രീതി. പ്രഗ്നൻസി ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്തായിരിക്കും ചില മദേഴ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുമൂലം ആ പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പം നേരത്തെ പ്രീടൈം ആയിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പം അത് അബോർട്ട് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. പിന്നെ ഡെലിവറിക്ക് ശേഷം ചില മദേഴ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രസ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട അവസരങ്ങളും വന്നിട്ടുണ്ട്. കഴിവതും എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.